ബേസിക്സ് ഓഫ് ഒപ്റ്റിക്സിലെ കുറച്ച് അറിഞ്ഞിരിക്കുന്ന ടോപ്പിക്സാണ് ടോട്ടൽ ഇൻഡിവിജ്വൽ റിഫ്ലക്ഷൻ, ക്രിട്ടിക്കൽ ആംഗിൾ, റെയർ മീഡിയം ആൻഡ് ഡെൻസർ മീഡിയം. റെയർ മീഡിയം ആൻഡ് ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. റെയർ മീഡിയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ട്രാവൽസ് വെരി ഫാസ്റ്റർ ആൻഡ് ദ ലൈറ്റ് ട്രാവൽസ് സ്ലോവലി ഇൻ ദ മീഡിയം ഈസ് കോൾഡ് ഡെൻസർ മീഡിയം. അതായത് ഇവിടെ ഞാൻ ഒരു രണ്ട് മീഡിയം കൺസിഡർ ചെയ്യാണ്, എയറും വാട്ടറും. ഇതിൽ ഏത് മീഡിയത്തിൽ കൂടെയാണ് ലൈറ്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുന്നത്? അത് റെയർ മീഡിയം. സ്ലോവലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് ഏതിൽ കൂടെയാണോ അത് ഡെൻസർ മീഡിയമാണ്. ഇനി ഈ രണ്ട് മീഡിയത്തിൻ്റെയും നടുക്കായിട്ട് ഒരു മീഡിയം ഓഫ് സെപ്പറേഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അതിലൂടെ ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്തു. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് ഉള്ള ആ ഒരു റേ ഓഫ് ലൈറ്റ് എപ്പോഴും നോർമലിന് ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് നോർമലിന് ഫാർ ആയിരിക്കും. അതുകൊണ്ട് ഡെൻസർ മീഡിയത്തിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും റെയർ മീഡിയത്തിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുക്കുന്തോറും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈ സർഫസിന് പാരലായിക്കൊണ്ടിരിക്കും. ഇത് എപ്പോഴാണോ കംപ്ലീറ്റ്ലി പാരലാവുന്നത് അപ്പോൾ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 48.6 ആണ്. അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ സർഫസ് ഓഫ് സെപ്പറേഷൻ അഥവാ റിഫ്രാക്ടറിനായിട്ട് പാരലായിട്ട് വരും. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ കിടക്കുന്നത് അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാകുമ്പോൾ വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമ്പോൾ റിഫ്രാക്ടർ ഒരിക്കലും കൂടുകയില്ല, മറിച്ച് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന ഫിനോമിനയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതായത് ഡിഫറൻഷൻ പറയുമ്പോൾ ഇങ്ങനെയാണ്: വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ ദ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ദാറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് angle of refraction becomes 90 degree, that angle of incidence is critical angle. അതായത് നമ്മൾ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ ആകുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇൻസിഡൻസ് കൂട്ടുമ്പോൾ ഇവിടെ റിഫ്രാക്ടർ ഈ സർഫസിന് പാരലാവുകയും ഒപ്പം ഇവിടുത്തെ ആംഗിൾ നോർമലിൻ്റെയും റിഫ്രാക്ടറിനും തമ്മിലുള്ള ആംഗിൾ 90 ആകുകയും കാണുന്നത് അവിടെ ഉണ്ടാകും. 90 ആയിട്ട് അവിടെ കാണാം. അപ്പോൾ അത് ക്രിട്ടിക്കൽ ആംഗിളും. ഇനി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാകുമ്പോൾ ആ റിഫ്രാക്ടർ അവിടെ കൂടുന്നത് നിർത്തുകയും മറിച്ച് ഈ ഇൻസിഡൻറ്റിലേക്ക് ഓപ്പോസിറ്റായിട്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും കാണിക്കും. അതിനാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ലേറ്റർ.